ഗൈസ്, വെൽക്കം ബാക്ക് ടു വിനുമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, നിനക്കൊരു വീഡിയോ എടുക്കണ്ടേ, നീ ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തിരുന്നാൽ മതിയോ എന്ന് ചോദിച്ച്. ഞാനാണ് ഈ പുറകിൽ നിൽക്കുന്ന ലിവൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം, ഇന്ന് ഫ്രൈഡേ അപ്പോൾ പിന്നെ എന്തായാലും ഒരു വ്ളോഗ് എടുത്താലേ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനിങ് ഒന്നുമില്ല, കാരണം ചൊവ്വാഴ്ച ഓൾറെഡി ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ക്ലീനിങ് ഒന്നും ചെയ്യാനില്ല. നമുക്ക് തുടക്കാനുണ്ട്, ബാത്റൂം കഴുകണം, പിന്നെ കുറച്ച് പൊടി തട്ടണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുരികത്തിൻ്റെ അപ്ഡേറ്റിൽ ആരോ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു, ഇപ്പം തന്നെ കളറൊക്കെ കുറഞ്ഞു പോയല്ലോ. ആ വീഡിയോയിൽ കാണിച്ച ഫസ്റ്റ് ഡേ ആ ഡാർക്ക് കളർ അങ്ങനെ ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഭഗീരഥും പിള്ളേനെ പോലെ ഉണ്ടാവുക. ഇതിപ്പോൾ അത് ഫുൾ ഡിമ്മായി, 7 days കഴിഞ്ഞപ്പോൾ ഫുൾ ഡിമ്മായി. അതിന് ശേഷം വീണ്ടും കളർ വെച്ച് ഇപ്പം ഈ കളറിലാണുള്ളത്. ഇനി നമുക്ക് ഒരു സിറ്റിങ്ങും കൂടിയുണ്ട്. അതിനകത്ത് നമുക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല, അവർക്ക് മനസ്സിലാവും. ഈ കറക്ഷൻ, ഷേപ്പിൻ്റെ കറക്ഷൻ എല്ലാം ചെറുതായിട്ട് ചെയ്യാനുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ ചെയ്ത് കളർ ഇനി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് കൂട്ടാൻ അതിനെല്ലാം വേണ്ടിയിട്ടാണ് സെക്കൻഡ് സിറ്റിങ്. അത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിന്ന് മൈക്ക് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ലോകത്തിലാദ്യം ഒരു മൈക്ക് വെച്ച് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഒരാൾ ഞാനായിരിക്കും. കാരണം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കണ്ട, ഡയറക്റ്റ് നമുക്ക് സംസാരിച്ചോട് ക്ലീൻ ചെയ്യാം. അതാകുമ്പോൾ എനിക്കും പറയാം, നിങ്ങൾക്ക് കേൾക്കാം, എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ പണിയില്ല. മനസ്സിലായില്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീനിങ് ആണ് ചെയ്യുക. ഡസ്റ്റ് കുറച്ചുണ്ട്, അതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. TV സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, TV സ്റ്റാൻഡിലൊന്നും വലിയ പൊടിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചൊവ്വാഴ്ച തുടച്ചത്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം തുടച്ചതാണ്. പക്ഷെ എന്നാലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നൈതികൂട്ടൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു തന്നെ. ഞാൻ വെറ്റ് വൈപ്സ് എടുത്തിട്ട് വരുന്ന കാണുമ്പോൾ അപ്പം തന്നെ എൻ്റെ കൂടെ വരും, അമ്മേ ഞാൻ ക്ലീൻ ചെയ്ത് തരട്ടെ, അമ്മേ ഞാൻ ക്ലീൻ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ട് ഓരോ വെറ്റ് വൈപ്സും എടുത്തിട്ട് പിന്നെ എന്താണ് തുടക്കുവായിരുന്നു. ഇതാ കണ്ട, എത്ര തുടച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പൊടി ഉണ്ടാവും. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ക്ലീൻ ചെയ്തതാ, ഇത്രയും പൊടിയുണ്ട് ഇപ്പം. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാര്യം പോക്കാണ്. നൈതികുട്ടന് സ്കൂളിൽ പോയി, ഞാനും സായുജും മാത്രമേ ഉള്ളൂ. ഇന്ന് നൈതികുട്ടൻ്റെ സ്കൂളിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷനാ. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് പോകാൻ തീരെ വയ്യ. കാരണം നമ്മൾ ഒരു കംപ്ലീറ്റ് ഒരാഴ്ച സ്കൂളിൽ പോകുന്നത് വളരെ കുറവാണ്. ഒന്നുകിൽ ഞാൻ മടിക്കും, അല്ലേ ഓൻ മടിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച മുഴുവൻ പോയോണ്ട് തന്നെ മൂപ്പർക്ക് ഭയങ്കര മടി. അപ്പൊ ഇങ്ങനെ പറയാ, അമ്മ എനിക്ക് പോണ്ട സ്കൂളില് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, മോനെ ഇന്നും കൂടി പോയാൽ നമുക്ക് 2 ദിവസം ലീവ് കിട്ടും, നമുക്ക് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയും അച്ഛനും വരുവോ ജനഗണമന ചൊല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടാളും വരുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടാളും നീ ജനഗണമന ചൊല്ലി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ഇന്ന് ട്രൈ കളറിലാന്ന് അയക്കണ്ടേ. അങ്ങനെ പച്ച ബനിയനും വെള്ള പാൻറ്റും പിന്നെ ഒരു ഓറഞ്ച് റിബൺ എല്ലാം കൈമിൽ കെട്ടിയിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെ നൈതികൂട്ടം പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. രാവിലെ പത്തലും മുട്ടക്കറിയായിരുന്നു. പത്തലും മുട്ടക്കറി നമ്മൾ നല്ലോണം കഴിച്ചു. ഇനി ഉച്ചക്കത്തെ ഭക്ഷണവും പത്തലും മുട്ടക്കറിയാണ്. കാരണം ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇന്ന് ക്ലീനിങ് ചെയ്യാനുള്ളത് കൊണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഞാനിവിടെ ക്ലീനിങ്ങിന് ഒരാളെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അവരെ ഞാൻ 1 മാസമേ വെച്ചിട്ടുള്ളൂ. എൻ്റെ അടുക്ക് വരുന്ന എല്ലാ പണിക്കാരും ഓരോരോ മാസം മാത്രമേ ഞാൻ വെക്കൂ. അവര് പോന്നെയല്ല കേട്ടാ, ഞാൻ വെക്കാത്തോണ്ട. കാരണം എന്താ വെച്ചാല് അതങ്ങനെയാണ്. നമ്മള് ഈ സ്ഥിരം ചെയ്ത് ശീലമുള്ള ആൾക്കാരുണ്ടാവില്ലേ, എന്താ പറയാ, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആൾക്കാർക്ക് ഈ പണിക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവരെത്ര ഇനി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ഇതായിരിക്കും, ഈ ആടെ ക്ലീൻ ആയില്ലേ, ഇവിടെ അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും കൂടിയാ വെച്ചത്. കുക്കിംഗ് നടക്കുന്നുണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് അവര് ടേസ്റ്റ് ഡിഫറെന്റ് ആണ്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ക്ലീനിങ് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ അവരെ വെച്ചില്ല. അതുകൊണ്ട് ഞാൻ 1 മാസം മാത്രമേ വെച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടും, പിന്നെ ബാക്ക് പെയിൻ ഉള്ളത് കൊണ്ട് അവർ ചെയ്തോട്ടെ എന്നെല്ലാം വിചാരിച്ച. പക്ഷെ എങ്കിൽ
ഞാൻ പറഞ്ഞു കുറച്ച് ബാക്ക് പെയിൻ എടുത്തിട്ടാണെങ്കിലും ഞാൻ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ചില സമയത്തൊന്നും അവർ ചെയ്ത് കഴിഞ്ഞാലും അത്ര ഒരു തൃപ്തി കിട്ടുന്നില്ല. കുഴപ്പമില്ല, നല്ല ആൾക്കാരായിരുന്നു അവരങ്ങനെ, നല്ല ആൾക്കാരാണ്, വർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനക്കെന്തോ തൃപ്തി കിട്ടുന്നില്ല. നമ്മള് ചില പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവം നമ്മള് എന്താ പറയാ, നമ്മൾ ചെയ്താലേ നമുക്കൊരു തൃപ്തി കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ അപ്പുറത്തെ വീട്ടിൽ അവരടുത്ത് സംസാരിച്ചപ്പോ അവർക്കും ഇതേ പ്രശ്നം. പക്ഷെ അവർക്ക് വേറെ വഴിയില്ല, അവർക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയതുകൊണ്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് പിന്നെ വരുന്ന ആളെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ഇതിലാണ് അവരുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും 1 മാസം കഴിഞ്ഞപ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായി, വരണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായി. നമ്മളെ ബെഡ്ഷീറ്റെല്ലാം ഞാൻ ഓൾറെഡി ഇവിടെ നീക്കി എല്ലാം സെറ്റാക്കി അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു നൈതികുട്ടം പോകുന്നതിന് മുന്നേ. ഇനി ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി വിരിക്കണം. ക്ലീൻ ചെയ്യാൻ വന്നവരുടെ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വെറ്റ് വൈപ്സ് ഞാൻ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ അവരോട് ക്ലീൻ ചെയ്യാൻ പറയാറുള്ളത്. അപ്പോൾ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ടാണല്ലോ ഞാൻ ക്ലീൻ ചെയ്യുക. അപ്പോൾ ക്ലീനിങ് ഈസി ആയതുകൊണ്ട് ഞാൻ അവർ വന്നപ്പോൾ പറഞ്ഞു നിങ്ങളും വെറ്റ് വൈപ്സ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തോന്ന് പറഞ്ഞു. പക്ഷെ ഓറ് വന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ബോക്സ് വെറ്റ് വൈപ്സ് ഇല്ലേ നമ്മളെ, ഒരു ബോക്സ് അത് അപ്പാടെ വേണം ഒരു വെള്ളിയാഴ്ച. ഞാൻ ആദ്യമേ പറഞ്ഞത് വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യാനുള്ള ദിവസമാണ്, ഒരു ദിവസം കുറച്ച് നല്ലോണം ക്ലീൻ ചെയ്യേണ്ടി വരും, ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോ ഓക്കെ പറഞ്ഞു, ചെയ്യാൻ തുടങ്ങിയപ്പോ വെള്ളിയാഴ്ച വെറ്റ് വൈപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് അപ്പാടും തീർത്തിട്ടാ തരിക, മുഴുവൻ വെറ്റ് വൈപ്സും. അതായത് ഞാനിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വെറ്റ് വൈപ്സ് ഉപയോഗിച്ച് ഇവിടെ തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഞാൻ ഇതുപോലെ നമ്മളെ മേശ തുടക്കാനും എല്ലാം യൂസ് ചെയ്യും. കാരണം അതിനകത്ത് അത്രയും ഇതുണ്ടാവും, വെറ്റായിട്ട് തന്നെ ഉണ്ടാവും. അത് നമുക്ക് 2 മേശയെല്ലാം തുടക്കാനുള്ള ഇത് അതിനകത്തുണ്ടാവും. പക്ഷെ ഓരോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെറ്റ് വൈപ്സ് ആ സ്ഥലം തുടക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല, അങ്ങ് കളയും. ഒരിക്കൽ ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷെങ്കില് മാറ്റമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ പറഞ്ഞു കൊടുത്ത് പണിയെടുപ്പിക്കുന്ന ശീലം ഇഷ്ടമല്ല. എനിക്ക് എന്തോ ഞാൻ ഭയങ്കര ബോസിയായി പെരുമാറുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നു അന്നേരം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെടുത്തും അങ്ങനെ പറയാറില്ല. പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് സൗമ്യമായിട്ടേ പറയാറുള്ളൂ. 2 പ്രാവശ്യം പറഞ്ഞു ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ അതന്നെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞ മതി എന്നാൽ പോകുന്നുണ്ടേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. ഇത് കണ്ട ഈ മേശയെല്ലാം ഡെയിലി തുടക്കുന്ന, എന്നാലും ഇത്ര പൊടി ഉണ്ടാവും ഈ മേശേൻ്റെ അകത്ത്. ഞാന് പിന്നെ എന്താണ് ഇത് വെച്ചിട്ട് എന്നെ കാണുന്നുണ്ടോന്നറിയില്ല, ഈ പുതിയ ട്രൈപോഡ് വാങ്ങിയിട്ട് ഒന്നും ശരിയില്ലാന്ന്. റിംഗ് ലൈറ്റ് ഉള്ള ഒരു ട്രൈപോഡ് വാങ്ങിയ, കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, എനക്കൊന്നും ശരിയാകുന്നില്ല. കാരണം ഇതിന് മുന്നേ നമ്മള് സാധാ ട്രൈപോഡ് വെച്ച് ചെയ്തിട്ടേ ഇപ്പൊ ഇത് വെച്ചിട്ട് നോക്കുമ്പോ ഒരുമാതിരി അങ്ങോട്ടും തിരിയുന്നില്ല ഇങ്ങോട്ടും തിരിയുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിപ്പോ പറയാനാണെങ്കിൽ കുറെ കാര്യം പറയാനുണ്ട്. ഇതെന്താ, ഇതെന്റെ മോന് സ്കൂളിൽ പോയിട്ട് വരുമ്പോ എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും പറിച്ചു കൊണ്ടുതരും, ഒരു പൂവോ ഒരു ഇലയോ എന്തെങ്കിലും പറിച്ചുകൊണ്ട്. സ്കൂളിൽ നിന്നല്ല കേട്ടോ, താഴെ നടക്കാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നേ, താഴെ നടക്കാൻ പോയി കഴിഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു കഷ്ണം ഇലയെങ്കിലും പറിച്ചിട്ട് കൊണ്ടുതരും. എന്നിട്ട് വന്നിട്ട് അമ്മേ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇത് സ്കൂളിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്ന ടീച്ചർ എന്ത് ഒരു ദിവസം ചോദിച്ചു പോലും ഇതെന്തിനാ നീ പറിക്കുന്നത്, അന്നേരം പറഞ്ഞു അമ്മക്ക് കൊടുക്കാനാന്ന്. അപ്പൊ എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും, ഫ്ലവർ തന്നെ ആവണമെന്നില്ല കേട്ടാ, ഒരു കുഞ്ഞു കഷ്ണം ഇലയോ അങ്ങനെ എന്തെങ്കിലും പറിച്ചിട്ട് കൊണ്ടുതരും. എന്നിട്ട് ഞാനത് ഇവിടെ ഇങ്ങനെ ദൈവത്തിന്റെ അടുക്ക വെക്കുന്ന കാണലുണ്ട്. അപ്പൊ ഇപ്പൊ ഓൻ തന്നെ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നിട്ട് എന്റെ അടുക്കുന്ന വാങ്ങിയിട്ട് ഓൻ തന്നെ ഇവിടെ വെക്കും. നമുക്ക് ഈ ഭാഗം നല്ലോണം ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യാനുണ്ട്. പക്ഷേ നമുക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല, അതായത് വിളക്കൊന്നും കഴുകിയിട്ടില്ല. ഇനി വിളക്കെല്ലാം കഴുകിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നോ നാളെയോ അത് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പുളിവെള്ളമെല്ലാം ഇട്ട് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കണം, അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള. അത് കഴിഞ്ഞിട്ട് വേണം ഇനി വിളക്കെല്ലാം കത്തിക്കാൻ. ഞാൻ കത്തിച്ചിട്ടില്ലേ സാധിച്ചു കത്തിക്കൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. കത്തിക്കാൻ പറഞ്ഞാലും കേൾക്കൂല, അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോ ഇനി ഇത് ഇന്ന് വൃത്തിയാക്കും, ഇന്നോ നാളെയോ വൃത്തിയാക്കിയിട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു തന്നറിയവാ, എന്താ ഈ സാധനം ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ നിങ്ങൾ സംസാരിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നേ, സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോ എനിക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ വർത്താനത്തിലായി പോന്ന്. കണ്ടാ ഇത്രയും പൊടിയുണ്ട് ഇതിനകത്ത്. ഇനി വിളക്കുണ്ട്, വിളക്ക് ഇതെവിടെയെല്ലാം പച്ച കളറിലായിട്ട് തണുപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിട്ടുണ്ട്, പച്ച കളറായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്തു വെച്ചിട്ട് നമുക്ക് കഴുകണം. അപ്പൊ ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞു. ഇനി സോഫ നമ്മളെ വാക്യൂം ചെയ്യണം, പിന്നെ ഇനി ബെഡ്റൂമിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഞാൻ നല്ലോണം വൃത്തിയാക്കിയതാണ്, എന്നാലും ഇവിടെ തുടക്കം. കാരണം നമ്മളെ തല വെക്കുന്നിടയ്ക്ക് ആയതുകൊണ്ട് പൊടി ഉണ്ടാവും. എത്രയൊക്കെ നമ്മള് പൊടി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൊടി ഉണ്ടാവും. കണ്ടോ ഇത്രയും പൊടിയുണ്ട്. അപ്പുറത്തെ വീട്ടിലെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമ്മളെ തൊട്ടപ്പുറത്ത് ഈ ചുമരിന് നേരെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഫുള്ള്
ഇതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും ആളില്ല, അവരൊക്കെ വരാൻ പോന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ പൊടിയും എല്ലാം നമ്മൾ ബാൽക്കണി തുറന്നിടുമ്പോൾ അതിലേക്ക് കൂടി വരുമല്ലോ, അപ്പൊ അതെല്ലാം തോന്നുന്നു ഇങ്ങനെ പൊടിയാവാൻ കാരണം. പിന്നെ എല്ലാടെയും കൺസ്ട്രക്ഷൻ തന്നെ, ഇവിടെ എവിടെയാ കൺസ്ട്രക്ഷൻ ഇല്ലാത്ത? അങ്ങോട്ട് നോക്കിയാൽ കൺസ്ട്രക്ഷൻ, ഇങ്ങോട്ട് നോക്കിയാൽ കൺസ്ട്രക്ഷൻ, എല്ലാടെയും കൺസ്ട്രക്ഷൻ തന്നെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം പുറത്തുനിന്നാണ്. അപ്പൊ ഉച്ചക്ക് നമ്മൾ പത്തലും മുട്ടക്കറിയും തന്നെ തിന്നു കഴിഞ്ഞാൽ എന്റെ പണിയും കഴിയും, നമുക്ക് രാത്രി പുറത്തുനിന്നാണ് ഫുഡ്, അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല. ഓക്കെ, ശരിക്കും ഇല്ല, ഞാൻ പറയാറില്ല നിങ്ങളെടുത്ത് ഈ വെറ്റ് വൈപ്സ് വെച്ച് തുടക്കുന്ന ശരിക്കും ഭയങ്കര ഈസി പണിയാണ്. സത്യമാണ് കേട്ടോ. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യണം എന്നാണ് എന്റെ ഒരു ഇത്. കാരണം ഇത് ഞാൻ പറഞ്ഞ ശേഷം കുറച്ച് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. വെറ്റ് വൈപ്സിന്റെ ലിങ്ക് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വെറ്റ് വൈപ്സ് വാങ്ങിയാൽ മതി. ഞാൻ വാങ്ങണത് തന്നെ, ഞാൻ വാങ്ങിയത് തന്നെ വാങ്ങണമെന്നൊന്നും ഇല്ലല്ലോ, ഏതെങ്കിലും വാങ്ങിയ. ഞാൻ ലിറ്റിൽസ്, ചിക്കുവിന്റെ തോന്നുന്നു വില കുറവേ, എത്രയോ എണ്ണത്തിന് എത്രയോ കിട്ടും, എത്രയോ പൈസക്ക് എത്രയോ പാക്ക് കിട്ടും. എന്റെ ചേച്ചി പറയായിരുന്നു ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാൻ പോകുന്നാന്ന് വെള്ളിയാഴ്ച എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു ഇത് വീഡിയോ ആക്കിയിട്ടിട്, ചേച്ചിക്ക് കുറച്ച് മോട്ടിവേഷന്റെ കുറവുണ്ട്, അപ്പൊ എന്റെ വീഡിയോ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് എന്റെ ക്ലീനിങ് വീഡിയോസിനോടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ക്ലീനിങ് മോട്ടിവേഷൻ കിട്ടുന്ന ചേച്ചീന്റെ വീഡിയോസ് കാണുമ്പോ എന്നാണ് പറയുന്നത്. ഞാൻ ക്ലീൻ ചെയ്യുന്നതിൽ എല്ലാ വെള്ളിയാഴ്ചയും ഇൻക്ലൂഡഡ് ആകുന്ന സാധനങ്ങളാണ് ഇതല്ലേ. ഈ കോർണേഴ്സ് എല്ലാം ഉണ്ടല്ലോ, നമ്മളെ ചുമരിന്റെ ഈ സൈഡിലും നമ്മൾ തുടക്കുമ്പോ ഒന്നും അത്രയും ക്ലീൻ ആവൂലല്ലോ, അതൊക്കെ നമുക്ക് ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ വൃത്തിന്റെ പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിൽ ഗ്ലൗസ് ധരിക്കാം. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞാൻ ഗ്ലൗസ് ഇടുന്നില്ല. ഈ ക്ലീൻ ചെയ്യുന്ന ദിവസം ഉണ്ടല്ലോ ഫുള്ള് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഈ ക്ലീൻ ചെയ്തിട്ട് എല്ലാം അപ്പപ്പോ തന്നെ നിലത്തിടുക ചെയ്യാം. കാരണം എന്തായാലും ഒരു അടിച്ചു വാരലുണ്ട്. അപ്പൊ ആ സമയത്ത് ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ കാര്യം. ഇത് നോക്ക്, ഒരു ബലൂണിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇന്നലെ ഒരു 10 ദിവസമായി. ഇന്നലെ ഓട്ടോമാറ്റിക്കലി ആ ബലൂൺ അങ്ങ് പൊട്ടി, ഫുൾ വെള്ളവും മറിഞ്ഞ്. ഞാൻ തുടച്ചിട്ട് വരുന്നു. വാട്ടർ ബലൂൺ അല്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നിട്ട് സാധാരണ ബലൂണില് വെള്ളം നിറപ്പിച്ച് സാഹചര്യം കൊണ്ട് 10 ദിവസമായി അതിനെ കൊണ്ട് കളിച്ചു കഴിഞ്ഞ അച്ഛനും മോനും അത് അങ്ങനെ വെച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടിച്ചിട്ട് ഇവിടെ ഒരു കുഴപ്പം വേണ്ട വിചാരിച്ചു ഞാനും അത് അങ്ങനെ തന്നെ വെച്ചു. ഇന്നലെ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരൊച്ച, വെള്ളം പൊട്ടി വീഴുന്ന പോലെ. ഞാൻ പേടിച്ചു പോയി, കള്ളനങ്ങ് വെള്ളം കുടിക്കാൻ കയറിയതാണോ വിചാരിച്ചു പോയി. നോക്കുമ്പോ സാഹചര്യം അത് ബലൂണിലത്തെ വെള്ളം പൊട്ടിയതായിരിക്കും എന്ന് പറഞ്ഞു. നോക്കുമ്പോ അതന്നെ. എനിക്ക് കുറച്ച് ഞാൻ കണ്ടത് തുടച്ചിട്ടുണ്ട്, ഇവിടെ വെള്ളമുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. എന്റെ മോൻ അന്നയും മങ്കുനെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ജനഗണമന ചൊല്ലി കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും വരൂന്നാണ് നമ്മൾ പറഞ്ഞത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സ്കൂളിൽ പോകാൻ വെറും മടിയാണ് എന്നെ പോലെ തന്നെ. നമ്മള് ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്ത പെയിന്റ് ഇതുപോലെ എന്തായാലും സ്റ്റെയിനെല്ലാം പോകുന്നതാ. അതുകൊണ്ട് തന്നെ നൈതികുട്ടൻ കൈയെല്ലാം വെച്ച് കഴിഞ്ഞാലും എന്തെങ്കിലും അത്യാവശ്യം എന്താണ് ചെറിയ അധികം ഹാർഡല്ലാത്ത സ്റ്റെയിൻ ആണെങ്കിൽ ഇത് വെച്ച് വരച്ചാൽ പോകും കേട്ടോ. ഈ വെറ്റ് വൈപ്സ് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചുമര് തുടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇത്രയും പൊടിയുണ്ട് നമ്മളെ വീട്ടിലെ ചുമരിന്റെ മുകളിലല്ലെന്ന്. ഞാൻ കറയും പോവേ ഈ വെറ്റ് വൈപ്സ് വെച്ചിട്ട് നൈതികുട്ടന്റെ കൈ വെക്കുന്ന കറ. ഇതിപ്പം കാണിച്ചു തരാൻ മാത്രം ഇവിടെ ഒന്നും ഇല്ല. മൈക്ക് വെച്ച് പണിയെടുത്തിട്ട് നോക്കുമ്പോൾ വർത്താനം മാത്രമേ നടക്കുന്നുള്ളൂ. ഈ വർത്താനം പറയാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വർത്താനം മാത്രമേ നടക്കുന്നുള്ളൂ. എനിക്ക് ഫുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായില്ല. ഞാൻ കൂടുതലും വർത്താനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നി. പിന്നെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഏകദേശം സമയവും കുറച്ചും കൂടെ, അതായത് വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ കയറി ടൈം നോക്കിയപ്പോൾ ടൈം ഏകദേശം ആയിട്ടുണ്ടായി. നൈതികുട്ടം വരുമ്പോഴത്തേക്ക് നമുക്കിത് മുഴുവൻ സെറ്റ് ആക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മൈക്ക് ഊരി എടുത്ത് ഒരു സൈഡിലേക്ക് ഇട്ട് എൻ്റെ പണി പടാന്നങ്ങ് തീർക്കാൻ തുടങ്ങി. അടുക്കളയിൽ നമുക്കിന്ന് പ്രത്യേകിച്ച് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞല്ലോ പത്തലും മുട്ടക്കറിയാണ് തന്നെയാണ് തിന്നാനുള്ളത്. പക്ഷേ നമുക്ക് ക്ലീനിങ് കുറച്ചുണ്ട്, വളരെ കുറച്ച് ക്ലീനിങ്ങേ ഉള്ളൂ. പാത്രങ്ങൾ എടുത്തു വെക്കണം. പാത്രം സാധാരണ രാവിലെ എഴുന്നേറ്റപാടും എടുത്തു വെക്കുന്നത്. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ചെയ്യാനുള്ളതൊക്കെ പെൻഡിങ്ങിലായി. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ് ബെഡ്റൂമിലെത്തിക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്ന് കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് എടുത്തു വെക്കാനുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കൂടിയാണ് അത് എടുത്തു വെക്കുന്നത്. പക്ഷെ അത് എടുത്തു വെച്ച ഒരു സമാധാനമാണ്. ഞാൻ എന്തിനാണ് ഇത്ര തിരക്കിട്ടിട്ട് പറയുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു കപ്പും പൊട്ടിയിട്ടുണ്ടായി, അതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. രാവിലെയുള്ള കുറച്ച്
പാത്രങ്ങളാണ്. അത് ചില ദിവസം ഇപ്പം അങ്ങനെ വെക്കാറുണ്ട്. കാരണം ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല. ലേറ്റ് ആയിട്ട് എണീക്കുന്ന ദിവസം നല്ല ലേറ്റ് അപ്പോൾ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ നടക്കുന്നില്ല ഗൈസ്. അതിനെന്തെങ്കിലും ടിപ്സും ട്രിക്സും ഉണ്ട് നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്ത് തരണം. അപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് പിന്നെ 1 മണിക്കൂറിനുള്ളിൽ ചടപടെ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും എല്ലാം റെഡിയാക്കിയാണ് പറഞ്ഞു വിടേണ്ട തിരക്കായിരിക്കും. അതുകൊണ്ട് ആ പാത്രങ്ങൾ മുഴുവനും കഴുകി വെച്ചു. പിന്നെ നമുക്ക് ഇനി വാക്വം, സോഫേൻ്റെ വാക്വമാണ് ബാക്കിയുള്ളത്. സായുജിൻ്റെ റൂമും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. സോഫേൻ്റെ വാക്വം ചെയ്യാന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കാര്യം ഈ നൈതിക്കുട്ടൻ TV കാണുമ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഈ സാധനങ്ങൾ ഈ സോഫേൻ്റെ ഇടുക്കിൽ പോയിട്ടുണ്ടാവും. അത് നമ്മൾ ക്ലീൻ ചെയ്യണം. അല്ലാണ്ട് വലിയ കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചധികം സമയം എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സോഫേൻ്റെ മുകളിൽ ഒരു ഇത്തിരി പൊടിയൊക്കെ ഉണ്ടാവും. നമ്മളെ പുറക് കഴുത്തെല്ലാം തട്ടുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ മാത്രം. അത് കഴിഞ്ഞാൽ സായുജിൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. നല്ല പൊടി ഉണ്ടായിരുന്നു ലാപ്ടോപ്പുമ്മലും കീബോർഡിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ എപ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചുകൂടി, അങ്ങോട്ട് തുടക്കി ഇങ്ങനെ കുത്തി ഇരുന്നാൽ പോരാ. അതായത് ആക്ഷൻ അനുസരിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഒന്നും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത്. അങ്ങനെ സായുജിൻ്റെ റൂം വൃത്തിയാക്കി അതിന് ശേഷം അടിച്ചു വരാൻ പോകുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, അല്ലെ പറയാറുണ്ട്. അതായത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വെറ്റ് വൈപ്സ് തുടച്ചിട്ട് അപ്പം തന്നെ താഴെ തന്നെ ഇടുക ചെയ്യുക. പിന്നെ എല്ലാം കൂടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരുമിച്ച് ഓരോ പ്രാവശ്യം കൊണ്ടുപോയിടില്ല. എല്ലാം കൂടി അടിച്ച് വരുമ്പോൾ ഒരുമിച്ചിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതുപോലെ നമ്മൾ ഡൈസൺ കുട്ടനെ വെച്ചിട്ട് നല്ലോണം അങ്ങ് പൊടി മൊത്തം വലിച്ചെടുക്കും. ഡൈസൺ നല്ല പെർഫോമൻസ് ഉള്ളൊരു സാധനം. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ചേച്ചി അടിപൊളിയാണോ ഡൈസൺ എന്നുള്ളത്. അടിപൊളിയാണ്. അപ്പോൾ ഡൈസൺ വെച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പുറത്തെ നമ്മളെ ബാൽക്കണി വിൻഡോ ഡോറിൻ്റെ ഈ താഴെയുള്ള ഭാഗം വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് വെറ്റ് വൈപ്സ് വെച്ച് നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തുടക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതില്ലേ, നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കച്ചറ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ ക്ലീൻ ആയിരിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഇതെല്ലാവർക്കും മനസ്സിലാവില്ല കേട്ടോ. ഇതിങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ബാൽക്കണിയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ബ്രഷൊക്കെ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ കോർണേഴ്സും ക്ലീൻ ചെയ്തതിന്. അതുകൊണ്ട് ഇപ്രാവശ്യം ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട്, കാരണം പൊടി അത്രയും പൊടി ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യും. 2 ബാൽക്കണിയും ഈ കോർണേഴ്സിലെല്ലാം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ആണ്. ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ചൊവ്വാഴ്ച മാറ്റിയാലും വെള്ളിയാഴ്ച ഒന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസമായതുകൊണ്ട് ഞാൻ മാറ്റിക്കളഞ്ഞു. എനിക്ക് എന്നാൽ ഒരു സന്തോഷം കുറച്ച് കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ ബെഡ്ഷീറ്റും മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്ഷീറ്റ് നമുക്ക് മീഷോയിൽ ഇതിന് സിമിലർ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ അടുത്തൊരു കാർണിവല്, അതായത് ഹൗസ് വാമിങ്ങിന് അടുപ്പിച്ചിട്ട് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ബെഡ്ഷീറ്റാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബെഡ്ഷീറ്റും കൂടിയാണ്. അത് അതിൻ്റെ ലിങ്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു കാർണിവലിൽ വന്ന സമയത്ത് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഇല്ല. അപ്പോൾ അതിൻ്റെ സിമിലർ സാധനം മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആരൊക്കെയോ വീഡിയോസൊക്കെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ പോയി ബാത്റൂം കഴുകട്ടെ. ആദ്യത്തെ ബാത്റൂം കഴുകി, പിന്നെ രണ്ടാമത്തെ ബാത്റൂം കഴുകി പോകുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാത്റൂം ക്ലീനിങ് ഒന്നും കാണിക്കുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ തുടക്കാൻ തുടങ്ങിയത്. ഈ തുടക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കാല് വെച്ചിട്ട് ഇങ്ങനെ നിലത്തുള്ള സ്റ്റെയിന് തുടക്കുക. അതായത് ഞാനിപ്പോൾ പുറത്തുനിന്ന് ഒരാളെ വെച്ച് തുടക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ്ങിന് വേണ്ടി ആളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് എന്തായാലും അവരെ വീട് പോലെ ആവില്ലല്ലോ നമ്മളെ വീട്. എത്രയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, തുടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാർക്കെല്ലാം നിലത്ത് കണ്ടു കഴിഞ്ഞാൽ പോകുന്നതാണെങ്കിൽ അത് ആ സാധനം തുടക്കുന്ന സാധനം വെച്ച് കാലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് കളയും. പക്ഷേ ആ കുട്ടി വന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്തങ്ങ് പോവുകയുള്ളൂ. അവർക്കിപ്പോൾ മാർക്ക് പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താ, പൈസ എന്തായാലും കിട്ടൂല. അപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് കാല് വെച്ച് തുടച്ചുകൂടി ആ മാർക്ക് എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ പറയാൻ പറ്റില്ലല്ലോ. അതിപ്പം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. സമയം 1:44. നമ്മളെ എല്ലാ പണികളും കഴിഞ്ഞിരിക്കുന്നു. ഇനി നൈതിക്കുട്ടനെ കൂട്ടാൻ പോകണം. 1:52 ആകുമ്പോൾ നൈതിനെ കൂട്ടാൻ പോകണം. അങ്ങനെ നമ്മൾ തുടച്ചു, ബെഡ്ഷീറ്റ് മാറ്റി, ബാത്റൂം കഴുകി, അടിച്ചു വാരി, ഡസ്റ്റ് ചെയ്തു. പക്ഷേ കുറച്ച് ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞ പോലെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് ഈ വെള്ളിയാഴ്ച അത്രയും ക്ലീൻ ചെയ്യാനില്ല. അതുകൊണ്ട് കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലീൻ ആക്കിയോണ്ട് ഈ ചൊവ്വാഴ്ച ഞാൻ ക്ലീൻ ചെയ്യൂല. ഇനി അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ലോണം വൃത്തികേടാവുമല്ലോ, അപ്പോൾ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്യും.
കറക്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്ക് മുന്നേ നൈതിനെ കൂട്ടാൻ പോകുന്നതിന് മുന്നേ ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ളത്. ഇനി ആകെ പെൻഡിങ് ഉള്ള കാര്യം ആറിയിട്ട മടക്കലും ആറിയിടലും മാത്രമാണ്. ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് മുടിയെല്ലാം കെട്ടണം, ഒരു 5 മിനിറ്റ് ഇരിക്കണം, കുറച്ച് വെള്ളം കളിക്കണം, അത് കഴിഞ്ഞിട്ട് നൈതി കുട്ടനെ കൂട്ടാൻ പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, വീട് വൃത്തിയാക്കാണ്ട് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ റിപ്പീറ്റ് മോഡിലിട്ട് കണ്ടുകൊണ്ട് വൃത്തിയാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. ആഹാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിപ്പോയി ചൂലും വെറ്റ് വൈപ്സും വെള്ളവും ഹാർപ്പിക്കും എല്ലാം എടുത്തുകൊണ്ട് വരിക, പിന്നെ ക്ലീൻ ചെയ്യുക അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ. ഞാൻ വെള്ളിയാഴ്ച ക്ലീൻ ചെയ്യാനുള്ള കാരണം എന്താ പറയുക, വെള്ളിയാഴ്ച ക്ലീൻ ചെയ്ത് ശനിയും ഞായറും നമ്മൾ വീട്ടിൽ തന്നെയുള്ള ദിവസം. അപ്പോൾ നമ്മുടെ വീട് ഇങ്ങനെ മിന്നി, അതായത് ശനിയും ഞായറും നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മുടെ വീടെല്ലാം ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ശനി ഞായറും ആകുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മളെ വീടിങ്ങനെ നല്ല വൃത്തിയായിരിക്കും, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അന്നൊരു വല്ലാത്ത സന്തോഷമായിരിക്കും വെള്ളിയാഴ്ച. അപ്പോൾ ഇനി എനിക്ക് വേറൊരു ഇത് നോർമൽ ആൾക്കാർ ചെയ്യുന്നത്, സൈക്കോപാത്തായി ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ ആദ്യം പൊടി തട്ടി അടിച്ചു വാരി തുടച്ച് ഞാൻ ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി അടിച്ചു വരും. എങ്ങനെ ഇരിക്കണേ ഞാൻ അങ്ങനെയാണ്. എന്ന് വെച്ചാൽ തുടച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കുമ്പോൾ ഈ നമുക്ക് അടിച്ചു വരുമ്പോൾ കിട്ടാത്ത ഈ മുടിയെല്ലാം അവിടെ ഇടയിൽ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഉണ്ടാവും. അത് നമ്മൾ തുടച്ചത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കൂടി അടിച്ച് നിങ്ങൾ അടിച്ചു നോക്ക്, ഫ്ലോർ നല്ല മിന്നി തിളങ്ങുന്നുണ്ടാവും അന്നേരം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം. അപ്പോൾ സാഹചര്യം പറയും, അല്ല മോളെ നീ ഇപ്പല്ലേ അടിച്ചു വരി തുടച്ച് ഒന്നും കൂടി തുടക്കണമെന്ന് ചോദിക്കുക. അപ്പം ഞാൻ അങ്ങനെയാണ്, സൈക്കോപാത്തുകൾ അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനൊന്ന് മുടി കെട്ടിട്ട് റെഡി ആവട്ടെ. നൈതി കൂട്ടനെ കൂട്ടാൻ പോകണം. സാഹചര്യം കൂടെ വരുന്ന പറഞ്ഞത് അറിയില്ല, നോക്കാം. അതിൻ്റെ പൊരിക്കും നന്നായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോലെ കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടിയുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നൈതികൂട്ടനെ കൂട്ടിയിട്ട് വരുന്നതും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള. ആരോ മുന്നേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈതിനെ കൊണ്ടുവിടുന്നതും കൂട്ടുന്നതും കൂടെയൊക്കെ ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ മുടിയെല്ലാം കെട്ടി സുന്ദരിയായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നൈതികുട്ടൻ വരുമ്പോൾ ഒരു കള്ളത്തരൊക്കെ പറയണം. അച്ഛനും അമ്മയും സാധാരണ മക്കൾക്ക് മാതൃകയാവണമെന്നാണ് പറയുക, കള്ളത്തരങ്ങളൊന്നും പറയാതെ. പക്ഷെ ഇടയ്ക്ക് നമുക്ക് കള്ളത്തരെല്ലാം പറയാമല്ലോ അല്ലേ. കാരണം ഇനിയിപ്പോൾ ഇവനോട് പറയണം കറണ്ട് പോയി പെട്ടെന്ന്. അപ്പോൾ ടീച്ചർ വിളിച്ച് പറഞ്ഞു അച്ഛനും അമ്മയും വരേണ്ട ആവശ്യമില്ല എന്ന് വിളിച്ച് പറഞ്ഞു, പരിപാടി ക്യാൻസലായി എന്നൊക്കെ പറയണം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ നടക്കുള്ളൂ, അല്ലാണ്ട് നടക്കില്ല. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി നൈതികുട്ടനെ കൂട്ടാൻ പോവുകയാണ്. ഞാൻ പോകണം എന്തായാലും കൂട്ടാം, അതൊന്നും നിർബന്ധമല്ല. എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ എന്താ വരാൻ. ഒരു ദിവസം ഞാൻ സാഹചര്യം അയച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു അമ്മ എന്താ കൂട്ടാൻ വരാൻ. ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ വന്നല്ലോ, അമ്മയും വരണം കൂട്ടാൻ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അതിന് ശേഷം ഞാൻ ഇന്നേ വരെ പോകാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ വാന് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നൈതികുട്ടനെ കൂട്ടിയിട്ട് പോയി ചോറ് കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് സമയം അവൻ്റെ കൂടെ കളിച്ച് ഉറങ്ങി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. നൈതി ഇങ്ങോട്ടൊക്കെ, നൈതി ഫേസിൽ എന്താ പെയിന്റ് ചെയ്യാൻ ഫ്ലാഗ് നീ നിന്ന് കൊടുത്തിട്ടില്ല? ഇത് തോന്നി കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും വരാൻ വേണ്ടി നിന്നെയാണേ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ആയിന്, പാരൻസ് വരണ്ട എന്ന് പറഞ്ഞു. അമ്മയും അച്ഛനും റെഡിയായതാ. അപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കരണ്ടില്ല, അതുകൊണ്ട് അമ്മയും അച്ഛനും വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വരാഞ്ഞേ.